മക്കളെ, പബ്ലിക് എക്സാമിന് ഇനി 50-ൽ താഴെ ദിവസങ്ങളേ ഉള്ളൂ. മോഡൽ എക്സാം ഈ ഫെബ്രുവരി 18-ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു മാസത്തിൽ താഴെയുള്ള ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ടഫ് ആയിരിക്കുമോ എന്നുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസറാണ് ഈ മോഡൽ എക്സാമിന് നമുക്ക് അറിയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമോ ഓണം എക്സാമോ പോലെയല്ല, മോഡൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റിൻ്റെയും ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാനായിട്ട്. ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം 12 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇതുപോലെ ഓരോ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് വേണം മോഡൽ എക്സാം എഴുതാൻ. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഒരു മാസത്തിൽ താഴെയുള്ളൂ അല്ലേ. അപ്പം എങ്ങനെ ഇത് പഠിച്ചെടുക്കും, അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. ഇത് നമ്മുടെ അവസ്ഥ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും. ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനിയും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മോഡൽ എക്സാമിന് നമ്മൾ കഷ്ടത്തിലാകും. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും, നിങ്ങൾക്കറിയാം ചില ആൾക്കാരെ സംബന്ധിച്ച് അക്കൗണ്ടൻസി ആയിരിക്കാം ഡിഫിക്കൽട്ട്, ചിലർക്ക് പൊളിറ്റിക്സ് ആകാം, ചിലർക്ക് കമ്പ്യൂട്ടർ ആകാം, ചിലർക്ക് ബിസിനസ് സ്റ്റഡീസ് ആകാം. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങളെ ഒരു ഡിഫിക്കൽറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് കൂടുതൽ ടൈം വേണം എന്നുള്ളത് ഏകദേശം ക്രിസ്മസ് എക്സാമോട് കൂടി നിങ്ങൾക്കറിയാം. അപ്പം അതനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ആ ടൈം ടേബിൾ സെറ്റ് ചെയ്ത ശേഷം ഓരോ സബ്ജക്റ്റും ഇത്ര ദിവസം, ഒരു ദിവസം ഞാൻ ഈ സബ്ജക്റ്റിന് ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും എന്നൊരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തേ മതിയാകും, ചില സബ്ജക്റ്റ് ഒന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ അതനുസരിച്ച് ടൈം ടേബിൾ ഒന്ന് മാറ്റം വരുത്തുക. ഓക്കെ, അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു ടൈം ടേബിൾ സെറ്റാക്കി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. കാരണം ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷെ പഠിക്കാനായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുമുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പം ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് മിസ് പറയുകയാണ്, ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക, എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ള കാര്യം തിരിച്ചറിയുക. ആ മാറ്റം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റം വരുത്തി പഠിച്ചു തുടങ്ങിക്കോളാം. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം.